ലോട്ടറി തട്ടിപ്പ്, ലക്കി ഡ്രോ തട്ടിപ്പ്, കുറെ ആയിട്ട് ഇത് തന്നെയാണ് ചർച്ച. ഇതൊക്കെ വൈറലായി നിൽക്കുന്ന വിഷയങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കുകയോ? ഒരിക്കലുമില്ല. രേണുസുതി എന്ന് പറയുന്ന ആ ഒരു നടി, അഭിനേതാവ്, അവരിതാ പറയുന്നു ഞാനൊന്നും അറിയാതെ ചെയ്തതാണെന്ന്. നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇവര് സോഷ്യൽ മീഡിയയിൽ സജീവേച്ചി. എന്നിട്ടും നുണ പറയേണ്ട കാര്യം എന്നുള്ളത് നമുക്ക് എന്തായാലും അവർ ഇതേപോലെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് കാണാം. ഹലോ, നമസ്കാരം. ഞാൻ രേണുസുതിയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന് കൂട്ടുന്നു, ലോട്ടറിയുടെ ഇതിന് അത് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര രേണുസുതി തട്ടിപ്പിന് കൂട്ടുന്നു, പരസ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാം. ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ എന്താ പറയുക, ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം, അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേരിട്ടതാണ്. പക്ഷെ അന്ന് അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല. അവർ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് പരസ്യം. അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടു നിന്നിട്ടില്ല. അത് തട്ടിപ്പേ അല്ല. പിന്നെ അത് തട്ടിപ്പേ അല്ല. ലോട്ടറി ആക്ട് പ്രകാരം അത് വലിയ തട്ടിപ്പാ, ഇല്ലീഗലാ, നിയമവിരുദ്ധമാണ്. തട്ടിപ്പേ അല്ല. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഏതാ ചേച്ചി ഫിൽട്ടർ? കാറ് പോലും വെളുത്തു പോകുന്ന ഫിൽട്ടർ ഒക്കെയാണല്ലോ ചേച്ചി ഉപയോഗിക്കുന്നത്. അടിപൊളി ഫിൽട്ടറാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല സുഖമാണ്. ഇപ്പൊ എന്റെ വീഡിയോയിൽ എന്നെ ആർട്ടിഫിഷ്യൽ ആണ്, ഇവിടൊക്കെ വിളിച്ച എന്റെ യഥാർത്ഥ നിറം ആവൂല. സോറി, വിഷയത്തിൽ നിന്ന് വഴുതി മാറി. അപ്പൊ എന്താ ഇത്? അവരെ ക്ഷണിക്കുന്നു, അവരവിടെ ചെല്ലുന്നു, അവിടെ ചെന്ന് അവര് വീഡിയോയിൽ കൂടാന്ന് പറയുന്നു. പക്ഷെ അവര് കൂടിയില്ല പോലും. മനസ്സിലാക്കേണ്ടേ? ഇവിടെ ഒരുപാട് വൈറൽ വീഡിയോസ് ഇതാ കഴിഞ്ഞ മാസം മുതൽ കിടക്കുക. പാണ്ടിക്കാട് കുഞ്ഞ്, ഇതാരും അറിഞ്ഞില്ല എന്നൊക്കെ പറയാൻ നമ്മൾ വിശ്വസിക്കോ? ഫോണ് തുറന്നു കഴിഞ്ഞാൽ രേണുസുന, അതേപോലെ തന്നെ ഒന്ന് പാണ്ടിക്കാട് കുഞ്ഞ്, പിന്നെ ഏതായിരുന്നു? അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങളൊക്കെ എയറിലാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല കേട്ടോ. ഇതൊരു പറ്റിക്കലല്ല, ചതിയല്ല പോലും. തുടർന്ന് കേൾക്കാം. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഇങ്ങനെ ലോട്ടറി, ലക്കി സ്റ്റാർ, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ, ഇത് കുറെ പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനാണേലും പ്രതീക്ഷയുള്ള ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ്. ഇതാണ് ഇതിന്റെ സത്യം. വിശ്വസിച്ച്, നിങ്ങളെല്ലാവരും വിശ്വസിച്ച്. എന്ത് വാടേ, ഇമ്മാതിരി പൈസയും വാങ്ങിയിട്ട് ഒരു പ്രൊമോഷനും ചെയ്തിട്ട് ഇപ്പൊ പറയും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, ഞങ്ങളത് ഡിലീറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. ഇനി രണ്ടാമത്തെ പ്രശ്നേഷേട്ടൻ, അല്ല എന്താ പേര്, പ്രതീക്ഷേട്ടൻ. ഒരു പ്രതീക്ഷ ഇല്ല ആളില്, എന്നാലും കുഴപ്പമില്ല, കേൾക്കാം. നമസ്കാരം, എൻ്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണെങ്കിൽ ശരി, രേണുചേച്ചിയും ശരി, അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു. കൂട്ടത്തിലുള്ള ആർക്കും അറിയില്ലായിരുന്നു. വീഡിയോ എടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആളുകൾ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് നിന്നാ പോയി എന്നല്ലേ പറയുന്നത്. ആരും പറഞ്ഞെന്നില്ലേ? ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. വലിയ പാടാണ് വിശ്വസിക്കാൻ. കാരണം ട്രെൻഡിങ്ങിലൊക്കെ നിന്നിരുന്നു പാണ്ടിക്കാട് കുഞ്ഞ്. ഒരു ഊള പരിപാടി ചെയ്തിട്ട് ഇപ്പൊ നിരന്തരമായ ആളുകൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഞങ്ങളൊന്നും അറിഞ്ഞില്ല പോലും. ഒന്നും വിശ്വസിക്കൂല. എന്റെ പൊന്നു ചേട്ടായി, വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. തുടർന്ന് കേൾക്കാം. പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളത് പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അവരുടെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. കടമാണ്, വീട് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ അവർ ആ വീട് വിൽപ്പന നടത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു വീട് ചെയ്താൽ പോരെ? എന്താ വെച്ചാലേ 1 ലക്ഷം ഉറുപ്പിയുടെ സാധനത്തിന് 10 ലക്ഷം കിട്ടണം എന്ന് ആഗ്രഹിച്ച് നടക്കുമോ? ലോട്ടറി ആവുമ്പോൾ പറ്റിക്കല് എളുപ്പമാണല്ലോ. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാവാതെ പോയത് വലിയ കഷ്ടാട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. ജസ്റ്റ് വീഡിയോ നിർത്താൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒന്നും നോക്കിയില്ല, ചാടിക്കളിച്ച് പോയി. പൈസ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. ഇപ്പൊ വൈറലാണല്ലോ, എയറിലാണല്ലോ, ആ സമയത്തല്ലേ അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നടക്കട്ടെ. അപ്പൊ അവരിനെ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ചേച്ചി ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തൊക്കെയായിരുന്നാലും തെറ്റിനെയാണ്, നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ
അവരുടെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതന്നെ എല്ലാവരും അവസ്ഥ. ആരെങ്കിലും കണ്ട് വിളിക്കുമ്പോൾ ചാടി കളിച്ചു പോയിട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്ത് കൊടുക്കും, മുന്നും പിന്നും നോക്കുക പോലും ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കണ്ടേ കുട്ടികളെ? അതൊക്കെ വലിയ മണ്ടത്തരല്ലേ? എന്തായാലും തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയത് അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. ഒരു തെറ്റ് പറ്റിയപ്പോൾ തന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്തല്ലോ, വലിയ കാര്യമാണ്. ഒരുപാട് കടങ്ങളുള്ള ആളുകൾ എന്തുകൊണ്ട് ക്യാമറക്ക് മുന്നിൽ അവർ വന്നില്ല? പല വീഡിയോസിലും അവരെയും കൂടി കൊണ്ടൊക്കെ അപ്പൊ നാസർ ഖാനൊക്കെ കൊണ്ടുവന്നിട്ടാണല്ലോ ഈ ഒരു പരിപാടി. അത് എന്തുകൊണ്ടാണാവോ? അത് ഇതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ആൾക്കാന്ന് കേൾക്കാം. നമ്മൾ പറഞ്ഞു ശരി കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. പക്ഷെ അവരപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ വീഡിയോ നമ്മുടെ അവിടെ നിന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തണ വരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ ആ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു മിനിറ്റിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ കേട്ടില്ലേ? അവര് നിൽക്കുന്നില്ല പോലും. ഇതൊക്കെ കേട്ട തന്നെ കാര്യങ്ങൾ മനസ്സിലായിക്കൂടെ? അത് ഊള പരിപാടിയാണ്, പറ്റിക്കലാണ് എന്നുള്ളത്. ഇവരൊന്നും ചിന്തിച്ചില്ല. പൈസ കിട്ടി, ചാടിക്കളിച്ച് ഓടിപ്പോയി ഒരു വീഡിയോ എടുത്തു, സെറ്റ്. അവര് നിൽക്കുന്നില്ല എന്ന് പറയുമ്പോഴെങ്കിലും ചിന്തിക്കണം എന്തോ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവര് തന്നെ അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. ഇനിയിപ്പോ ആളുകൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാ. ഈ ഒരു ലോട്ടറി പരിപാടി ഒന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ കുറെ എണ്ണത്തിന് ഒന്നും ചിന്തിക്കുന്ന പോലില്ല, എടുത്ത് ചാടി പോയി വീഡിയോ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവില്ല ഇനിയും. അവരൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള ഊള പ്രൊമോഷൻ ചെയ്യുക, ആളുകളെ പറ്റിക്കുക, കണ്ണീരും കയ്യും അത് ഇവിടെ ബാക്കി നിൽക്കുക. കേരള സർക്കാർ ഇതൊക്കെ നോക്കി ഇങ്ങനെ അവിടെ നടക്കുന്നുണ്ടോ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക, അത്ര തന്നെ. പക്ഷെ അവര് പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മുടെ അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി എന്തായാലും വന്നതല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒരു ഏറിപ്പോയ ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തതാണ്. അത് ഇത്രയും വലിയൊരു സംഭവങ്ങളാണ്, അല്ല ഇത്രയും കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ എന്തായാലും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഒരു അബദ്ധം പറ്റി, നാറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാളും തടി ഊരി. എന്തായാലും തടി ഊരിയത് നന്നായി. കുറച്ചും കൂടി ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ വിറ്റിരുന്നെങ്കിൽ എന്താ അവസ്ഥ? എന്തായാലും ഇത്രയും ദിവസം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ടിക്കറ്റ് ആളുകൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെന്നാണ് അതിന്റെ ആളുകളൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിൽ നിന്നും പോയി വീഴൽ എന്റെ പൊന്നു മലയാളികളെ. നിങ്ങൾ നിരന്തരം പടുകുഴിയിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിരന്തരം കേൾക്കുന്നതല്ലേ, പിന്നെ എന്ത് ഉണ്ടൊക്കെയാ വീണ്ടും 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 പോയി കുടുങ്ങാൻ നിൽക്കുന്നത്. അതേപോലെ തന്നെ കേരള ലോട്ടറി ആരോ ന്യായീകരിക്കാൻ വേണ്ടി ഇടക്കിടക്ക് വരുന്നുണ്ട് വീഡിയോന്റെ അടിയിൽ. കേരള ലോട്ടറി എന്ത് പറ്റിക്കലാണെന്നുള്ളത്. ചെങ്ങായി 1 കോടി രൂപയുടെ ലോട്ടറി ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എത്ര കോടി ഗവൺമെന്റ് പിരിച്ചെടുക്കുന്നുണ്ട്? എന്നിട്ട് പോലും ആ കേരള ലോട്ടറിയിൽ നിന്ന് വീണ്ടും ടാക്സും പിടിക്കുന്നുണ്ട്. അതിൽ വാങ്ങുന്ന സാധനങ്ങൾ വീണ്ടും ടാക്സ് പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ബാങ്കിലിട്ട് കളിക്കുന്നതിനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ലോട്ടറി അടിച്ചാലുള്ള കാര്യമാട്ടോ. ഇനി അടിക്കാത്തവരവസ്ഥ. എത്ര ആളുകളുടെ പൈസ നിരന്തരം എത്രയാ പോകുന്നത്? വളരെ കുറച്ച് ആളുകൾക്ക് പ്രൈസ് കൊടുത്തിട്ട് ഒരേ പൈസ സമ്പാദിക്കുന്ന പരിപാടിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ എന്നുള്ളത്. കാരുണ്യ ലോട്ടറി എന്നുണ്ടെങ്കിൽ ഇവിടെ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാ. കാരുണ്യയുടെ കീഴിലുള്ള ആശുപത്രികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? പാലപ്പോഴുള്ള ഒരു ആശുപത്രിയൊക്കെ വെള്ളം കയറിയാൽ നശിച്ചു പോയി എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതായത് കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം അത് ആളുകൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടത് സർക്കാരല്ലേ. അത് കിട്ടുന്നില്ല. പല ആളുകൾക്കും ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് ഇപ്പോഴും കോടതി കയറി ഇറങ്ങുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ചതിയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെന്റോ ചതിക്കുന്നു, പിന്നെ നാട്ടുകാർ കൂടി നടന്ന് ചതിക്കട്ടെ എന്ന് നിങ്ങൾ ചിന്തിച്ച എന്ത് പറയാനാ? നമ്മൾ എവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് പറയാ പറ്റില്ല. അപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ബോധവും വിവരവും വകതിരിവും വെള്ളിയാഴ്ച ഒന്നും ഇല്ലാത്ത ആളുകളെ പിടിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നു. അതിൽ പോയിട്ട് ആളുകൾ പൈസ കൊടുത്തിട്ട് മൂഞ്ചുന്നു. വേറെ എന്താ? എന്തായാലും തിരുത്തിയല്ലോ, നല്ല കാര്യം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് പോൾ സൈനിങ് ഓഫ്.